ഹായ് മക്കളെ, വെൽക്കം ടു JEE ഫിസിക്സ് കംപ്ലീറ്റ് കോഴ്സ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്ന് മുൻ വർഷങ്ങളിൽ JEEക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് പറയാം എന്താണ് ഡിസ്റ്റൻസ് എന്ന്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്ത പാത്തിൻ്റെ ലെങ്ത് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പാത്ത് ലെങ്ത് ട്രാവൽഡ്. നമ്മൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു അതാണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ. അടുത്തത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്ക് കുറച്ചെങ്കിലും കൺഫ്യൂഷൻ ഉള്ളത് ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെഫിനിഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം: ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ലെങ്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇവിടെ ഞാൻ പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ട്രിക്കാണ്. ശ്രദ്ധിക്കാം, നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എ ആണല്ലോ നമ്മുടെ ഇനീഷ്യൽ പോയിന്റ്, യെസ്. ബി ആണല്ലോ നമ്മുടെ ഫൈനൽ പോയിന്റ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്ക് ഒരു ഏരോ വരയ്ക്കുക. ഈ ഏരോയുടെ ലെങ്ത് അതായിരിക്കും നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി? ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്കൊരു കുന്തം വരയ്ക്കുന്നു. കുന്തത്തിൻ്റെ ലെങ്ത്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത്രയേ ഉള്ളൂ. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മളോട് പറയുന്നത്, ഒരു ബോഡി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു സെമി സർക്കുലാർ പാത്തിലൂടെ ട്രാവൽ ചെയ്ത് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. സെമി സർക്കുലാർ പാത്ത് എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ പകുതി. കണ്ടോ? ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു, എയിൽ നിന്നും ബിയിലേക്ക് എത്തി. ഓക്കെ, ഈ സെമി സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണടാ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, എടാ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ട്രാവൽ ചെയ്ത ദൂരം. എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു പാത്തിലൂടെയാണ് ട്രാവൽ ചെയ്തത് അല്ലേ? അപ്പോൾ ഈ പാത്തിൻ്റെ ലെങ്ത്ത് അതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. ശ്രദ്ധിക്കാം, നമ്മൾ ഫുൾ സർക്കിൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൂരം ട്രാവൽ ചെയ്യും? പെരിമീറ്റർ ആയിട്ടുള്ള 2πr റേഡിയസ് ആണ് r. ഓക്കെ, ഇവിടെ ഹാഫ് സർക്കിൾ അല്ലേ, സെമി സർക്കിൾ അല്ലേ ട്രാവൽ ചെയ്തത്. സോ 2πr/2. സോ ഡിസ്റ്റൻസ് എത്രയാണ്? πr. സിമ്പിൾ. ഓക്കെ, അടുത്തത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനീഷ്യൽ പോയിന്റ് എ അല്ലേ, ഫൈനൽ പോയിന്റ് ബി അല്ലേ? ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കുന്തം വരയ്ക്കണം. കണ്ടോ? ഇനീഷ്യൽ ടു ഫൈനൽ കുന്തം വരച്ചു. കുന്തത്തിൻ്റെ നീളം അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. കുന്തത്തിൻ്റെ നീളം എത്രയാ? ഇത്രയും 6 ആണ്, ഇതും 6 ആണ് അല്ലേ? സോ ടോട്ടൽ എത്രയാടാ? ഡയാമീറ്റർ ആയിട്ടുള്ള 2r. അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. സിമ്പിൾ ചോദ്യമല്ലേ? ശരി, നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. ഇവിടെ നമ്മുടെ ബോഡി എയിൽ നിന്നും ബിയിലേക്ക് ട്രാവൽ ചെയ്യാണ്. അതൊരു സർക്കുലാർ ആർക്കിലൂടെയാണ്. സർക്കുലാർ ആർക്ക്, അതായത് ഇതാണ് നമ്മുടെ സർക്കിളെങ്കിൽ കണ്ടോ, ഇതാണ് എ, ഇതാണ് ബി. കണ്ടോ? ഈ ഒരു ആർക്കിലൂടെയാണ് എയിൽ നിന്നും ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, എയിൽ നിന്നും ബിയിലേക്ക് ട്രാവൽ ചെയ്തു. അപ്പോൾ ഈ സർക്കുലാർ ആർക്ക് ഇതിൻ്റെ റേഡിയസ് നമുക്ക് ക്യാപിറ്റൽ R എന്ന് തന്നിട്ടുണ്ട്. കണ്ടോ? ഇവിടുത്തെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. എയിൽ നിന്നും ബിയിലേക്ക് പോകുമ്പോൾ എത്ര ആംഗിൾ തിരിഞ്ഞു, എത്ര ആംഗിൾ കവർ ചെയ്തു? ആ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരിക. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഡിസ്റ്റൻസ് എത്രയാ, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻ്റ് എത്രയാ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ നിന്നും ബിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പാത്തിലൂടെയല്ലേ പോയത്. ഈ പാത്തിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കാം, ഈ പാത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ആർക്കിൻ്റെ ലെങ്ത് ആണ്. യെസ് ഓർ നോ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്.
ആർക്കിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? ആംഗിൾ കിട്ടും അല്ലേ? ശരി. അതിൽ നിന്നും ആർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഇവിടെ ആറല്ലേ ഇൻറ്റു ആംഗിൾ ഇവിടെ തീറ്റയല്ലേ. സോ ആർ തീറ്റ ഇതായിരിക്കും നമ്മുടെ ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു കുഞ്ഞു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ തീറ്റ എന്ന് പറയുന്നത് അത് റേഡിയനിലായിരിക്കണം. നോർമലി നമുക്ക് തീറ്റ ആംഗിളിലാണ് തരിക. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റേഡിയനിലേക്ക് മാറ്റിയിട്ട് വേണം ഇവിടെ ഇട്ട് കൊടുക്കാൻ. അതെങ്ങനെയാണ് സാർ? നിങ്ങളിത് ഓർത്ത് വയ്ക്കണം. 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൈ റേഡിയനോട് ഈക്വലാണ്. ഓക്കെ, ഈ 180 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ 1 ഡിഗ്രി അല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് എത്രയായിരിക്കും? പൈ ബൈ 180 റേഡിയൻ ആയിരിക്കും. അതായത് 1 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ ആയിരിക്കും. അങ്ങനെയെങ്കിൽ 2 ഡിഗ്രി എത്രയായിരിക്കും? നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ശരിയല്ലേ? 3 ഡിഗ്രി എത്രയായിരിക്കും? ഇതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൺവേർഷൻ ചെയ്യാനായിട്ടുള്ള ഫോർമുല. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളി ആർ തീറ്റ എന്ന് എഴുതാം. തീറ്റ എന്ന് പറയുന്നത് റേഡിയനിലായിരിക്കണം. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചാൽ ഇനീഷ്യൽ പോയിന്റ് ഇവിടെയല്ലേ? യെസ് സാർ. ഫൈനൽ പോയിന്റ് ഇവിടെയല്ലേ? യെസ് സാർ. ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കുന്തം വരയ്ക്കുക. കണ്ടോ? ആ കുന്തത്തിൻ്റെ നീളം അതായിരിക്കും നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കാം. ഇത് റേഡിയസ് ആറാണ്. അപ്പോൾ ഇത് എന്തായിരിക്കും? 6 തന്നെ ആയിരിക്കും. ശരിയല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. ഈ ആംഗിള് തീറ്റയാണ്. എടാ ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. കണ്ടോ? ഈ ഐസോസ്ലസ് ട്രയാങ്കിളിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ വെർട്ടെക്സിൽ നിന്ന് അങ്ങോട്ടേക്കൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും? ഈ ആംഗിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് തീറ്റ ആണെങ്കിൽ ഇത് എത്രയായിരിക്കടാ? തീറ്റ ബൈ 2. അതുപോലെ തന്നെ ഈ സൈഡിനെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് മൊത്തം 10 ആണെങ്കിൽ ഇത് 5 ഇത് 5 ആയിരിക്കും അല്ലേ? മൊത്തം 10 ആണെങ്കിൽ 5 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് എന്ന് എടുക്കാം അല്ലേ? യെസ് ഓർ നോ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കടാ? ഇത് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് 2x ആയിരിക്കും. സോ ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻ്റ് ആയി. അതെങ്ങനെ കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കാം. എടാ ഈ ഒരു ട്രയാങ്കിളില്ലേ? ഈ ഒരു ട്രയാങ്കിളിൽ നിങ്ങൾ സൈൻ ഓഫ് തീറ്റ ബൈ 2 എത്രയാണെന്ന് പറഞ്ഞാൽ? സൈൻ തീറ്റ ബൈ 2. സൈൻ തീറ്റ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ബൈ 2ന് ഓപ്പോസിറ്റുള്ള സൈഡ് എക്സ് ആണ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താടാ? 90ന് ഓപ്പോസിറ്റ് ഉള്ളതാണ് ഹൈപ്പോട്ടന്യൂസ്. ശരിയല്ലേ? ഇത് എത്രയാടാ? 6 ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എക്സ് എത്രയായിരിക്കും? എസ് എന്ന് പറഞ്ഞത് ആയിരിക്കും എക്സ് ആർ സൈൻ തീറ്റ ബൈ 2 അല്ലേ? എക്സിൻ്റെ വാല്യൂ ആർ സൈൻ തീറ്റ ബൈ 2. ഡിസ്പ്ലേസ്മെൻറ്റ് 2x. അപ്പോൾ 2 ഇൻറ്റു ആർ സൈൻ തീറ്റ ബൈ 2 ഇതായിരിക്കും നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ 2 ഫോർമുലാസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപാടി ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, ശരി. ഈ ഫോർമുലേനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ചെയ്യാം. ശ്രദ്ധിക്കുക കേട്ടോ. സോ നമ്മളോട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എയിൽ നിന്നും ബിയിലേക്ക് ഒരാൾ ട്രാവൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്ത ആംഗിൾ അല്ലെങ്കിൽ ഇവിടെ തിരിഞ്ഞ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ എത്രയാടാ? ഇത് 120 ഡിഗ്രിയാണ്. കണ്ടോ? തീറ്റയുടെ വാല്യൂ എത്രയാടാ? 120 ഡിഗ്രി. കണ്ടോ? നമ്മളോട് ചോദിക്കുകയാണ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നും കണ്ടുപിടിക്കണം. ഓക്കെ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. ആംഗിൾ അറിയാമെങ്കിൽ നമുക്കിവിടെ റേഡിയസ് ആറാണ്. ആംഗിൾ അറിയാമെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഫോർമുല ആർ തീറ്റ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? റേഡിയസ് ആറാണ്, തീറ്റ എത്രയാടാ? 120 ഡിഗ്രി. ഇങ്ങനെയാണ് എഴുതുക. അങ്ങനെ എഴുതാൻ പാടില്ല. കാരണം ആംഗിൾ എന്തായിരിക്കണം? ആംഗിൾ റേഡിയനിലായിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം? 120 ഡിഗ്രി എത്ര റേഡിയനാണെന്ന് കണ്ടുപിടിക്കണം. ഈ കൺവേർഷൻ ഉപയോഗിച്ചാൽ മതി. 1 ഡിഗ്രി പൈ ബൈ 180 റേഡിയൻ. 2 ഡിഗ്രിയോ 2 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. സാർ അപ്പോൾ 120 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 120 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. സിമ്പിൾ അല്ലേ? ശരി. അപ്പോൾ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെത്രയാ? ഇതെത്രയാ? 2/3 പൈ റേഡിയൻ. ഓക്കെ, അപ്പോൾ 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയായിരിക്കും? 2 പൈ ബൈ 3 റേഡിയൻ. അപ്പോൾ വാല്യൂ ഇട്ട് കൊടുക്കുക കേട്ടോ. 2 പൈ ബൈ 3. അപ്പോൾ ഇതായിരിക്കും എന്താ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ആംഗിൾ വെറുതെ
റേഡിയനിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അടുത്തത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതാണ് നമ്മുടെ ഫോർമുല ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അല്ലേ. സോ 2 ഇൻറ്റു റേഡിയസ് എത്രയാണ്? 6 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 6 ഇട്ട് കൊടുക്കുക ഇൻറ്റു സൈൻ θ/2. തീറ്റ എത്രയാടാ? 120. അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ 120ൻ്റെ പകുതി θ/2, 120ൻ്റെ പകുതി 60. അപ്പോൾ സൈൻ 60 എത്രയാടാ? 2 ഇൻറ്റു 6 ഇൻറ്റു സൈൻ 60 √3/2. 2 ക്യാൻസൽ, r√3. ഇതായിരിക്കും ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ക്ലിയർ ഓക്കെ. സോ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിഗറിൽ നിന്നും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, യെസ്. നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇവിടെ പറയുന്നത് ഒരു ബോഡി ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്തു. എത്ര ദൂരമാണ് സാർ ട്രാവൽ ചെയ്തത്? 400 മീറ്റർ. അതിനുശേഷം ആ ബോഡി എന്ത് ചെയ്യുന്നു? നോർത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നു. എത്ര ദൂരം? 300 മീറ്റർ. അതിനുശേഷം അദ്ദേഹം വെർട്ടിക്കലി അപ്വേർഡ്സ് മുകളിലേക്ക് ട്രാവൽ ചെയ്യാണ്. എത്ര ദൂരം ട്രാവൽ ചെയ്തു? 1200 മീറ്റർ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണോടാ? ഈ ഒരു കേസിൽ ഇദ്ദേഹത്തിൻ്റെ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കണം. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്, ശരിയല്ലേ? ആദ്യം ഈസ്റ്റിലേക്ക് പോയി, 400 ഈസ്റ്റിലേക്ക് പോയി അല്ലേ. അതിനുശേഷം നോർത്ത് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് അല്ലേ, നോർത്തിലേക്ക് പോയി അല്ലേ, 300 നോർത്തിലേക്ക് പോയി. അതിനുശേഷം വെർട്ടിക്കലി അപ്വേർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമാവും. വെർട്ടിക്കലി അപ്പ് എന്ന് പറയുമ്പോൾ മുകളിലേക്കാണോ, ഇങ്ങനെയാണോ? അങ്ങനെയല്ല. വെർട്ടിക്കലി അപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? മുകളിലേക്ക്. കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻ, വെർട്ടിക്കലി അപ്പ് പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ ചെയ്യണം, ആ ഒരു ഫിഗർ എങ്ങനെ വരയ്ക്കണം എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിക്കാം. ഇത്തരം ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ വെർട്ടിക്കലി അപ്വേർഡ്സ് എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഈ രീതിയിലൊരു പ്ലെയിൻ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. കണ്ടോ? ഈ രീതിയിലൊരു പ്ലെയിൻ വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം ഈ പ്ലെയിനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊക്കെ അടയാളപ്പെടുത്തുക. കണ്ടോ? ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇനി എന്ത് ചെയ്യുക? ഈ പ്ലെയിനിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. ശ്രദ്ധിക്കാം. ഓക്കെ, ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം 400 മീറ്റർ എന്ത് ചെയ്തു? ഈസ്റ്റിലേക്ക് പോയി. ഈസ്റ്റിലേക്ക് 400 മീറ്റർ പോയി. കണ്ടോ? 400 മീറ്റർ ഈസ്റ്റിലേക്ക് പോയി. ക്ലിയർ? അതിനുശേഷം നോർത്തിലേക്ക് പോയി അല്ലേ. അതിനുശേഷം നോർത്ത് എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക്, നോർത്തിലേക്ക് 300 മീറ്റർ എന്ത് ചെയ്തു? നോർത്തിലേക്ക് പോയി. 300 മീറ്റർ നോർത്തിലേക്ക് പോയി. ശരിയല്ലേ? അതിനുശേഷം 1200 മീറ്റർ വെർട്ടിക്കലി അപ്വേർഡ്സ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ വെർട്ടിക്കലി അപ്വേർഡ്സ് എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ് അല്ലേ, നോർത്തിൻ്റെ സൈഡാണ് വെർട്ടിക്കലി അപ്വേർഡ്സ് അല്ലേ, അതാണ് നമ്മുടെ മൈൻഡിൽ. പക്ഷെ അങ്ങനെയല്ല. വെർട്ടിക്കലി അപ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആളെന്ത് ചെയ്തു? ഏതൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ നിന്നൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ആളെന്ത് ചെയ്യുന്നു? മുകളിലേക്ക് എത്തി. കണ്ടോ? ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറിയ ആൾ മുകളിലേക്ക് കയറി. 1200 മീറ്റർ. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ അപ്വേർഡ്സ്. കണ്ടോ? ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോയി. ക്ലിയർ? ഓക്കെ, സോ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇയാൾ ആകെ എത്ര ദൂരം ട്രാവൽ ചെയ്തു? ആദ്യം 400 പോയി, പിന്നെ 300 പോയി, പിന്നെ 1200 പോയി. അതായത് 1900 മീറ്റർ. ശരിയല്ലേ? ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുക? ഇനീഷ്യലി ഇയാൾ ഇവിടെയാണ്, ഫൈനലി ഇയാൾ എന്ത് ചെയ്തു? ബിൽഡിങ്ങിൻ്റെ മുകളിലെത്തി അല്ലേ. ഫൈനലി ഇയാൾ ഇവിടെയാണ്. സോ ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്ക് ഒരു കുന്തം വരച്ചു കഴിഞ്ഞാൽ ഈ കുന്തത്തിൻ്റെ ലെങ്ത്താണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി അതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കാം. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് 400, ഇത് 300. ഈ ആംഗിൾ എത്രയാ? 90. അപ്പോൾ ഇത് എത്രയായിരിക്കടാ? പറ. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, എത്രയായിരിക്കും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? ഇത് 500 മീറ്റർ ആയിരിക്കും. യെസ് ഓർണോ? ശരി. ഇനി ഇത് മറ്റൊരു റൈറ്റ് ട്രയാങ്കിളാണ്. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് വേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ്. യെസ് ഓർണോ? അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക. ഇത് 500, ഇത് 1200. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. √500ൻ്റെ സ്ക്വയർ പ്ലസ്
1200 സ്ക്വയർ. അപ്പോൾ എത്രയാണെന്ന് കിട്ടൂടാ? ഇത് 1300 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ? പൈതഗോറസ് തിയറം ആണ്, വേറെ ഒന്നുമില്ല, ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കിട്ടൂടാ? 1300 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ? ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണ്? ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇവിടെ നമ്മളോട് പറയുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ നമ്മളോട് പറയുന്നത് ഒരാൾ ആദ്യം സൗത്തിലേക്ക് ട്രാവൽ ചെയ്തു. എത്ര ദൂരം ട്രാവൽ ചെയ്തു? 20 മീറ്റർ. അതിനുശേഷം വെസ്റ്റിലേക്ക് ട്രാവൽ ചെയ്തു. എത്ര ദൂരം ട്രാവൽ ചെയ്തു? 20 മീറ്റർ. അതിനുശേഷം ആൾ എന്താ ചെയ്യുന്നത്? നോർത്ത് ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യണം. നോർത്ത് ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്തു. എത്രയാ? 20 √2 മീറ്റർ. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യണോടാ? ഇദ്ദേഹത്തിൻ്റെ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കണം. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ വെർട്ടിക്കലി പോകണുണ്ടോ? ഇല്ല, ഒരു പ്ലെയിനിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ? വെർട്ടിക്കലി പോകണില്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളി ഇങ്ങനെ തന്നെ വരച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതായിരിക്കും എളുപ്പം. വേറെ ഫിഗർ ഒന്നും വരയ്ക്കണമെന്നില്ല. ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. വെർട്ടിക്കലി പോകണില്ലല്ലോ, ഇതിൽ തന്നെ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കാം. ആദ്യം എന്ത് ചെയ്തു? സൗത്തിലേക്ക് 20 മീറ്റർ അല്ലേ? സൗത്തിലേക്ക് 20 മീറ്റർ. സൗത്ത് ഇതായിരിക്കുന്നു. സൗത്തിലേക്ക് 20 മീറ്റർ, ശരിയല്ലേ? അതിനുശേഷം വെസ്റ്റിലേക്ക് 20 മീറ്റർ. അതിനുശേഷം വെസ്റ്റിലേക്ക് 20 മീറ്റർ. കണ്ടോ? വെസ്റ്റിലേക്ക് 20 മീറ്റർ. ഇങ്ങോട്ടല്ലേ വെസ്റ്റ്. അതിനുശേഷം നോർത്ത് ഈസ്റ്റിലേക്ക് ആണ് പോയത് അല്ലേ? നോർത്ത് ഈസ്റ്റ് ഏതാണ് സാർ? ശ്രദ്ധിക്കാം. നോർത്തിനും ഈസ്റ്റിനും ഇടയിലുള്ളത് ഇതാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ? അതുപോലെ സൗത്തിനും വെസ്റ്റിനും ഇടയിലുള്ളത് ഇതാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ്. ഇത് നമ്മുടെ നോർത്ത് ഈസ്റ്റ്. കണ്ടോ? അപ്പോൾ ഇവിടെ നിന്ന് ഇയാൾ എങ്ങോട്ടാണ് പോയത്? നോർത്ത് ഈസ്റ്റിലേക്ക്. നോർത്ത് ഈസ്റ്റ് എവിടെയാണ്? ഇതാ അങ്ങോട്ട്. കണ്ടോ? അപ്പോൾ ഇവിടെ നിന്ന് ആൾ എന്ത് ചെയ്യുന്നടാ? ഇവിടെ നിന്ന് ആൾ നോർത്ത് ഈസ്റ്റിലേക്ക്. കണ്ടോ? അങ്ങോട്ടേക്കാണ് പോയത്. എത്ര ദൂരം പോയി? അങ്ങോട്ടേക്ക് എത്ര ദൂരം പോയി? 20 √2. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എല്ലാം കൂടെ ആഡ് ചെയ്യുക. എത്ര ദൂരം ട്രാവൽ ചെയ്തു? 20, പിന്നെ വീണ്ടും ഒരു 20, പിന്നെ ഒരു 20 √2. എടാ, ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും അറിയണം അല്ലേ? ഇയാളെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇതാണ് സാർ ഇനീഷ്യൽ പോയിന്റ്. എവിടെ എത്തിയത്? എടാ, അവിടെ തന്നെയാണ് എത്തിയത്. അതെങ്ങനെയാണ് സാർ അവിടെ തന്നെ എത്തിയത്? ശ്രദ്ധിക്കാം. എടാ, ഇവിടെ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. കണ്ടോ? ഇത് 20, ഇത് 20. അപ്പോൾ ഇതിൻ്റെ ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പൈതഗോറസ് തിയറം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഹൈപ്പോട്ടന്യൂസ് 20² + 20² ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 20 √2 എന്നാണ് കിട്ടുക. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇയാൾ വീണ്ടും 20 √2 ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയഗണലിൻ്റെ ലെങ്ത് ആയതുകൊണ്ട് ഇയാൾ എവിടേക്ക് എത്തുക? ഇവിടെ തന്നെയാണ് എത്തുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0 ആണ് കിട്ടുക ഈ ക്വസ്റ്റ്യനിൽ. ക്ലിയർ? ക്ലിയർ? 20 ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തു, പിന്നെ 20 ട്രാവൽ ചെയ്തു. 20 √2 എന്ന് പറയുന്നത് എന്താ? ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതേ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തും. ക്ലിയർ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതൊരു PYQ ആണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കാം. എടാ, ഇവിടെ നമ്മളോട് പറയുന്നത് ഈ രീതിയിലൊരു വീലുണ്ട്. ഈ രീതിയിലൊരു വീൽ. ഓക്കെ, ഈ വീൽ ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഉരുളുകയാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. ഇതിൻ്റെ റേഡിയസ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്റ്റിലുള്ള പോയിന്റ് A ആണ്. സോ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് A ആഫ്റ്റർ ഹാഫ് റെവല്യൂഷൻ. ഇതിങ്ങനെ കറങ്ങി ഹാഫ് റെവല്യൂഷൻ കഴിഞ്ഞു. അതായത് ഹാഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് പകുതി കറങ്ങി കഴിഞ്ഞാൽ, ഇങ്ങനെ ഉരുളാണ്, പകുതി ഉരുണ്ട് കഴിഞ്ഞാൽ എയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കാം. എടാ, എ എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റ് എവിടെയാണ്? എയുടെ ഇവിടെയാണ് അല്ലേ? ഇത് പകുതി ഉരുണ്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ഉരുണ്ട് പകുതി ഉരുളുമ്പോൾ എന്ത് ചെയ്യും? എ എവിടേക്ക് എത്തൂടാ? മുകളിലേക്ക് എത്തും അല്ലേ? എവിടേക്ക് എത്തും? എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തും അല്ലേ? ഇതെങ്ങനെയാണ് സാർ? എയുടെ ഫൈനൽ പോയിന്റ് ഇവിടെ. ഇതെങ്ങനെയാണ് സാർ വന്നത്? വേണമെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. എടാ, ഇതാണ് നമ്മുടെ വീല്. ഈ ബ്ലാക്ക് കാണുന്നതാണെന്ത്? എ എന്ന് പറയുന്ന പോയിന്റ്. കണ്ടോ?
ഇതിങ്ങനെ കറങ്ങി 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 ഉരുണ്ട് പകുതി ഉരുണ്ട് കഴിഞ്ഞാൽ എവിടേക്ക് എത്തിയിടാം? തൊട്ട് മുകളിലേക്ക് എത്തും. ക്ലിയർ ആണോ? ഓക്കെ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ്. സാർ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. ഒരു കുന്തം വരയ്ക്കുക, വരയ്ക്കുന്നു കുന്തം, കുന്തത്തിൻ്റെ ലെങ്ത് ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. യെസ് ഓർ നോ? ഇതിൻ്റെ ലെങ്ത് ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇത് 6 ആണ്. ഇപ്പം ഇവിടെ ഇത് മൊത്തം എത്ര ആയിരിക്കടാ? ഇത് ഡയാമീറ്റർ അല്ലേ, ഇത് 2r ആയിരിക്കും അല്ലേ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ. യെസ്. ഇതിൻ്റെ ഈ ലെങ്ത് എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? എടാ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വീല് എന്ത് ചെയ്തു? ഇങ്ങനെ ഇരുന്ന വീൽ എന്ത് ചെയ്തു? കറങ്ങി 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 ഇത്രയും കറങ്ങി അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് ഫുള്ള് കറങ്ങിയിരുന്നെങ്കിൽ ഇത് എത്ര ദൂരം ട്രാവൽ ചെയ്തേനെ? ഇതിൻ്റെ പെരിമീറ്റർ ട്രാവൽ ചെയ്തേനെ. ശ്രദ്ധിക്കാം. എടാ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? റോഡിൽ ടച്ച് ചെയ്യണില്ലേ? യെസ് ഓർ നോ? ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ടച്ച് ചെയ്ത് ഫുള്ള് കറങ്ങിക്കഴിഞ്ഞാൽ എത്ര ഭാഗം റോഡിൽ ടച്ച് ചെയ്യും? 2πr ഭാഗം റോഡിൽ ടച്ച് ചെയ്യും. അതായത് ഇത് കറങ്ങിയ ദൂരം എത്രയായിരിക്കും? 2πr ആയിരിക്കും ഫുള്ള് കറങ്ങുമ്പോൾ. ഇവിടെ എത്ര കറങ്ങിയത്? പകുതിയല്ല കറങ്ങിയത്. അപ്പോൾ പകുതി കറങ്ങുമ്പോൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു? 2πr/2. 2 ക്യാൻസൽ, πr ആയിരിക്കും എന്ത്? ഈ ദൂരം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചൂടെ? ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് ഓവർ ബേസ് എത്രയാടാ? πr. ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാ? 2r. സ്ക്വയർ. ഇവിടെ r² റൂട്ടിന് പുറത്ത് വരുമ്പോൾ r ഉണ്ടായിരിക്കും. അകത്തെന്തുള്ളത്? പൈയുടെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ ഇതായിരിക്കും എന്താടാ? നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും എന്താണെന്ന് പഠിക്കാം. സോ ബൈ.